ഈ മുണ്ട് പൊക്കി കാണിച്ച സ്റ്റേജിൽ കയറ്റും. ആണോ? ഉറപ്പാണോ? പിന്നെ ഉറപ്പല്ലേ? നേതാക്കളും ഭാരവാഹികളും മാത്രമേ വേദിയിലുള്ളൂ. പ്രവർത്തകർ താഴെ. എന്ത് ഊത്ത്? അവിടെ പോയിടാ. ദേശീയ നേതാവ് ശ്രീ ഹരിറായ് ചൗധരിയെ ഏതാനും വാക്കുകൾ സംസാരിക്കാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ശ്രീ ഹരിറായ് ചൗധരി ജി. I love Chakra Pranam. आदरणीय एलेक्स जी, पुष्करण जी, कनापन जी और सुनंदा जी. ആ ബലൂൺ മുഴുവൻ നമ്മുടെ ശ്വാസവും. नीना जी, बिंदु जी, सिंधु जी, एंटनी जी, कोटन जी, केरल के सभी जी को मैं दिल से नमस्कार करता हूँ. അതെ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും സുനന്ദ, സിന്ധു, ബിന്ദു എന്നിവർക്കും നമസ്കാരം. ഇതിലും ഭേദം വല്ല ചോട്ടാ ഭീമും കാണുക. കണക്കിന് ആളുകളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്കുള്ള സ്നേഹവും നമുക്ക് മനസ്സിലാവും. मैं उसके लिए आपका धन्यवाद करना चाहता हूँ. ये धन्यवाद करना चाहता हूँ. അതെ, എന്റെ കൂപ്പുകൈ. आप इस सुनंदा जी, आप पास आइए. അടുത്ത് വരൂ സുനന്ദേ. आप इधर आइए. ये माइक बहुत अच्छा है. ഇവൻ കേന്ദ്രനല്ല, വേന്ദ്രനാ. क्या ट्रांसलेशन करती हैं आप? मतलब ओरिजिनल से बेटर. कम क्लोजर. पास आ जाइए. कंफर्टेबल. जी. नॉर्थ इंडिया में हम बड़ी कठिनाइयों का सामना कर रहे हैं. നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ സ്ഥിതി കുറച്ച് പരിതാപകരമാണ്. इंडिया हमारे हाथ से फिसल गया है लाइक वेट सोप. ഇന്ത്യ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നനഞ്ഞ ചന്ദ്രിക സോപ്പ് പോലെ. लेकिन हम इंडिया को वापस लाएंगे. അയ്യോ, പക്ഷെ നമ്മൾ ഇന്ത്യയെ തിരിച്ചു പിടിക്കും. हमारे देश में केवल दो ही प्रॉब्लम्स है, एक रोटी की और एक धोती की. ये दूसरी നീങ്ങിയതാ. നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് അരിയും, മറ്റത് മുണ്ടും. പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് വല്ല ഹിന്ദി കൊടുത്താൽ മതിയാണ്. എന്തെങ്കിലും മനസ്സിലായാലും. എന്തോ ഹിന്ദി. ഞാൻ ടീഷർട്ട് വാങ്ങിച്ചു തന്നിരിക്കുന്ന എന്റെ ഫോട്ടോ വെച്ച് അടിക്കാനല്ലേ? പിന്നെ ബാക്കിയുള്ള എല്ലാ ഊളുകളും അവരെ ഫോട്ടോ വെച്ച് അടിച്ചേക്കണം. നിന്റെ പിടിപ്പെടാൻ വിളിച്ച മുദ്രാവാക്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ടീമുകളാ. പക്ഷെ ഇന്ന് തന്നെ ഞാൻ അടുത്ത കുറ്റടി. നീ ഓക്കെ സർവത്തടിക്കാം. MLA MP ഒക്കെ ഇനി സ്വപ്നങ്ങൾ മാത്രം. ഈ പഞ്ചായത്തിലെങ്കിലും എന്തെങ്കിലും ആകാമെന്ന് കരുതി അടി കടിച്ചു കിടക്കുന്നു. അതും നടക്കുമെന്ന് തോന്നില്ല. ചൗധരി ജിയും 3G ആയി. ഒരു സ്ഥാനത്ത് കയറിയ പിന്നെ ചത്തേ മാറും. വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാ വേറെ എന്ത് പണി അണിയാം? കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കതർ ഷർട്ടും ലെതർ പേഴ്സൊക്കെ ഉണ്ട് കയ്യിൽ. പേഴ്സിലാണെങ്കിൽ 5 പൈസ ഇല്ല. ദാരിദ്ര്യം. ചാനൽ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. അവർക്കാണെങ്കിൽ വക്കീല് അല്ലെങ്കിൽ രാഷ്ട്രീയ സീമ്പടുത്തക്കാർ മതി. രാഷ്ട്രീയ സീമിടുത്തക്കാരോ? രാഷ്ട്രീയ നിരീക്ഷകർ. ഓ, എനിക്കാണെങ്കിൽ കുറെ കടമുണ്ട്. എടാ, കഴിഞ്ഞ പ്രാവശ്യം ടീഷർട്ട് തേച്ച പോലെ ഇപ്രാവശ്യം ആരും തേക്കാൻ നിൽക്കരുത് കേട്ടോ. എടാ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെങ്കിലും എന്നെ പ്രോത്സാഹിപ്പിക്കടാ. എടാ, ലീഡർ ഉഷാറാക്കും. ഇക്ക ഒരു 10 പൊറോട്ടയും 2 BDF. അല്ല, ഇപ്പൊ ഉഷാറാക്കാനല്ല പറഞ്ഞത്. ഉഷാറാക്കാൻ ഇനി പറയണ്ടാട്ടാ, വീണ്ടും അവനെ ഓർഡർ ചെയ്യും. രക്ഷയില്ല. കറവഴിഞ്ഞ് ഗോപാലൻ തന്നെ പിഴിയേണ്ടി വരും. മോളെ, ആ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ ശ്രീയാ, എന്തോ പൈസക്കാരിവാ. കുഞ്ഞി വാ. ഇവരെന്ത് പറ്റി? അച്ഛൻ രാവിലെ വെറുതെ പാവത്തിനെ പേടിപ്പിച്ചു. പൈസക്കാര്യം എന്ന് പറഞ്ഞപ്പോഴേ കടം തിരിച്ചു വയ്ക്കാമെന്ന് ആരെങ്കിലും അത് വിചാരിച്ചു കാണും. അവളറിയാതിരിക്കാനാ. വാടി. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. അറിയാൻ ചേച്ചി, പഞ്ചായത്തിൽ ഇതുവരെ പാസ്സായില്ല. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട്. പക്ഷേ ചേച്ചി കരയല്ലേ, ഞാൻ എന്തെങ്കിലും മാർഗം കാണാം. വിഷമിക്കല്ലേ.
അതെ, എനിക്ക് ഇപ്പോഴാണ് ആളിനെ മനസ്സിലായത്. പണ്ട് PSC റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ആരോ അവരുടെ നിയമനം അട്ടിമറിച്ചു. അന്നു മുതൽ തുടങ്ങിയ ദുരിതമാ. പാവം. ഞങ്ങള് പാർട്ടിയിൽ സീറ്റ് പിടിക്കാന്ന് പറഞ്ഞാൽ പോത്തിനെ പിടിക്കുന്ന പോലെ. എന്താ ലീഡറെ, പോത്തിനെ പിടുത്തോ? നീ ആ ജല്ലിക്കെട്ട് സിനിമ കണ്ടിട്ടില്ലേ? അതിൽ പോത്തിന്റെ പുറകെ നടക്കുന്ന പോലെ എല്ലാരും പുറകിലും ജി 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 ഒരു ജി ജി എന്ന് വിളിച്ച് കിടക്കണം. നീ തേച്ചോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഇനി നിൽക്കാൻ പോലും സമയം ഉണ്ടാവില്ലട്ടാ. പറഞ്ഞാൽ കുറച്ച് എന്താടാ ഇതപ്പന്റെ തോളക്കേറി നീ ഇത് ഊരിയില്ലേ? എന്നാ വാലി ഓ എടാ ഒരു ലിഫ്റ്റ് തന്നെ എനിക്ക് സീറ്റ് ഇട്ടു. നമ്മൾ നന്നായിട്ട് വൈകി. മതി നമസ്തേ ജി. ഇത്തവണെങ്കിലും ഒരു ചെറിയ സീറ്റ് കിട്ടാൻ വഴിയുണ്ടോ? എന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു വീട്ടിലെ 2 പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പിന്മാറാൻ തയ്യാറെന്നും പറഞ്ഞ് സുനിത പാർട്ടിക്ക് ഒരു കത്ത് തന്നാലോ? അങ്ങനെയാണെങ്കിൽ സുനന്ദയ്ക്ക് നേരത്തെ ചെയ്തുകൂടെ? നീ വളരുന്നതിൽ അവർക്ക് താല്പര്യമില്ല. ഞാനൊരു ദയ ചെയ്യാം, 2ാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നോക്കാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ, നീയും ഇവനും കൂടി എന്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ? ഓർമ്മയുണ്ടോ? ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത്. അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് ഇതേപോലെ കാല് പിടിച്ച് പറയണം. കതറിന് കഞ്ഞി പിഴിയാൻ പാങ്ങില്ലാത്ത നീയൊന്നും എന്റെ മോളുടെ പുറകെ നടക്കണ്ട. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. വിട്ടോ? അല്ല, അലീനെ KPM മറക്കും. ഞാൻ പോവും. എന്തായി? ആ ഗേറ്റ് അങ്ങ് പൂട്ടിയേക്ക്. സീറ്റിന് വേണ്ടി നീ അലക്സിന്റെ കാല് പിടിച്ചത് ഞാൻ അറിഞ്ഞു. നിനക്ക് നാണമില്ലടാ? എത്ര തവണ നിന്റെ കാല് പിടിച്ച് പറഞ്ഞു ഒന്ന് മാറിത്തരാൻ? അത് നീ ചെയ്യാത്തോണ്ടല്ലേ എനിക്ക് ആ കുരങ്ങന്റെ കാല് പിടിക്കേണ്ട വന്നത്. നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട്. പക്ഷെ അലക്സ് നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാലോ? എന്ത് കാരണം? എനിക്കറിയാം, നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയാണെന്ന്. അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛൻ്റെ മക്കളല്ലേ? പിന്നെ എന്താണ് എന്നെ മാത്രം ഒരു ഒഴിവാക്കൽ? എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് ഇതെന്ന്. നിനക്ക് എന്തറിയാടാ? അലക്സ് ചെയ്തതേ നീ മറന്നു കാണും. എനിക്കതിന് പറ്റത്തില്ല. അമ്മയെ കണ്ട ഓർമ്മ നിന്നേക്കാ കൂടുതലേ എനിക്കാ. അയാളെ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. അപ്പോ UDP സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ്. വാർഡ് 4 MK ഗുണപാൽ, വാർഡ് 5 KP സുനന്ദ, 7 PK കുഞ്ഞപ്പൻ, 9 സുകുമാരൻ നായർ, 11 റഷീദ, 14 PP ടോണിക്കുട്ടൻ. എന്താണ് 6 സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്? ബാക്കിയുള്ള സീറ്റുകളിൽ പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ഗ്രൂപ്പ് തർക്കമാണോ? ഒരു തർക്കവുമില്ല. ഘട്ടം ഘട്ടമാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ. ഈ ലിസ്റ്റിൽ KP ഇല്ലല്ലോ. ശരിക്കും ഗ്രൂപ്പ് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. സോറി, നോ കമന്റ്സ്. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. CM പുഷ്കറിന്റെ സ്ഥിരം വാർഡിൽ മറ്റൊരാളാണല്ലോ മത്സരിക്കുന്നത്. പുഷ്കറിന് അടുത്ത ലിസ്റ്റിലുണ്ടാവുമോ? അലക്സിന്റെ ഗ്രൂപ്പുകാരനായ പുഷ്കറിനെ തന്നെ അയാൾ വെട്ടിയോ? ഇതെന്താ അടവ്? അത് അലക്സിന്റെ അടവല്ല, എൻ്റെ ഒരടവാ. അമ്മയെ ബോംബെറിഞ്ഞ കൈയല്ലേ, അതിന് ഈ പഞ്ചായത്തിൽ വേണ്ട.